വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എന്ത് വീഡിയോ വിചാരിച്ചത് വെച്ചാൽ പള്ളയാർ നിന്ന് നാടകം വീണ്ടും അരങ്ങത്ത് ഇറങ്ങാൻ പോവാണ്. 4 മാസം മുമ്പ് വെസ്റ്റിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നാടൻ തന്നെ ഞങ്ങൾ ഇപ്പോൾ മുക്ക ഫെസ്റ്റിവലിന് ചെയ്യുകയാണ്. വലിയ ഗ്രാൻഡ് പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വർക്കിന് പോയിട്ട് അവിടുന്ന് നേരെയാണ് പോകുന്നത്. കാരണം 6 മണിക്കാണ് പ്രോഗ്രാം. ഇവിടുന്ന് 1 മണിക്കൂറേ യാത്ര ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെ ഗൈസ്, ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് എടുത്തിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഹോട്ടലിലേക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ നേരെ നാടകത്തിന് അവിടേക്ക് പോവും. മുക്കത്താണ്. അപ്പോൾ അങ്കിളുണ്ടാവും. അങ്കിളുടെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സുഭാഷങ്ങളെ കാത്തിക്കാണ്. കുറച്ച് നേരം അവിടെ വെയിലുണ്ട് നിന്നും നിർത്തിയായും വെയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ എത്തി. NIT അഗസ്ത്യമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി. സുഭാഷങ്ങളൊക്കെ പോകുന്നുണ്ട്. ഞാൻ സുഭാഷങ്ങൾ കുറച്ച് നേരത്തെ ആയി പോയോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് പ്രോഗ്രാം പിന്നെ വന്നത് 8-8:30 അയക്കുന്നു. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് സൗണ്ടൊക്കെ ഇതാക്കി പോയി വരുമ്പോൾ തന്നെ നല്ല രാത്രി അയക്കുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചെത്തിയത് ഒരു 12 മണീൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. തിരിച്ചെത്തുമ്പോൾ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. എല്ലാവരും ആ ക്രൂ ഒക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇത് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഞങ്ങൾ അതിൽ നിറഞ്ഞിരുന്നു. അതായത് ആ സീറ്റ് മൊത്തം നിറച്ച ആൾക്കാരായിരുന്നു. പിന്നെ ഞങ്ങൾ ടീംസ് ഇരിക്കുന്നു ഇവിടെ. എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളത് അഭിനയിക്കുന്ന ആൾക്കാരും ഡയറക്ടർമാരും ഒക്കെ എല്ലാവരും വർക്കിലാണ്. എല്ലാവരും സുഭാഷങ്ങളൊക്കെ വെറുതെ ഇരിക്കണം അവിടെ. ഇതാണ് റിതുട്ടെ. ഇത് നല്ല കട്ട കമ്പനിയാണ് അവിടുത്തെ എൻ്റെ. പിന്നെ ഞങ്ങൾ കുറേ നേരം റിഹേഴ്സൽ ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു കേട്ടോ. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. റിഹേഴ്സൽ ചെയ്തുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ. ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക വെച്ചിട്ടാണ് ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് കാവേച്ചി എല്ലാ നടി അയച്ചിയാണ്. അപ്പോൾ അയച്ച് കൈ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ട് കുറേ കളിയാക്കി നടന്നുകൊണ്ടിരുന്നു ഞാൻ. പിന്നെ ഞങ്ങൾ മേക്കപ്പ് ഇട്ട് മുടിയിലെന്തോ കളറടിച്ച് ചെറുതായിട്ട് ഇഞ്ചത്. പിന്നെ മുടി കുറച്ച് വലിയ പ്രശ്നമല്ല. പിന്നെ കുറച്ചൊന്ന് കറുപ്പിച്ച്. പക്ഷെ കറുപ്പിച്ചെന്നിട്ട് അറിയണില്ല. കറുത്തതിനെ കൊണ്ട് അങ്ങനെ അറിയുന്നൊന്നുമില്ല. പിന്നെ ചിലവരൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് മെയിൻ ക്യാരക്ടർ. മാവില എന്നുള്ള ക്യാരക്ടറാണ്. അടിപൊളിയാണ്. അതായത് ഇതാണ് എനിമിയാണ്. അടിപൊളിയായിരുന്നു. സ്റ്റേജും തന്നെ അടിപൊളിയായിരുന്നു. പക്ഷേ സ്റ്റേജ് നാടകത്തിൻ്റെ സ്റ്റേജല്ല ശരിക്കും വരുന്നത്. അതായത് ഈ ട്രൂപ്പൊക്കെ ഉണ്ടാവില്ല, പാട്ട് ട്രൂപ്പൊക്കെ, അതിൻ്റെ സ്റ്റേജാണ് വരുന്നത്. ഞങ്ങൾ കളിച്ചു കഴിഞ്ഞ് അടിപൊളിയായി കളിച്ചു. അവനെന്തൊക്കെയോ പറയുന്നുണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോവാണ്. ക്ലിയറില്ല. അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. സുഭാഷങ്ങളുടെ കൂടെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സുഭാഷങ്ങൾ തന്നെ കേട്ടോ കൊണ്ടുപോയതും കൊണ്ടാക്കിയതൊക്കെ. അതായത് ഈ നാടകത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത് തന്നെ സുഭാഷങ്ങളാണ്. ഇവിടെ നാടകത്തിൽ ചാൻസ് ഉണ്ട് അപ്പം എന്നെ കൊണ്ടുപോകും. നല്ലൊരു വ്യക്തിയാണ് സുഭാഷങ്ങൾ. കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ.
ನನಗೆ ಬಿಟ್ಟ ಪುತ್ರ ನನ್ನ ಹಿಡಿಯುತ್ತಿ നാണെങ്കിലും ആര് പേരോ അല്ലേ വീടിനാണെങ്കിലും കാടാണെങ്കിലും അറിഞ്ഞതല്ല ഉപ്പ പക്ഷെങ്കിൽ ഇങ്ങനെ എല്ലാം നടക്കണുണ്ട് ഏതാ അറിയാണ്ട് ഇന്നെ ആർക്കെങ്കിലും പൂതി മൊത്തം ശരിയില്ല ഉപ്പ അതങ്ങനെ പാറക്കെട്ടിലെത്തിയതാണ് സത്യതി അത് മതി നിന്നെ പള്ളേരെ അതത്രക്ക് മൂത്തനാണോ മൂപ്പ അങ്ങനെയാണെങ്കിൽ പള്ളേരെ മൂപ്പന് വിവരം അറിയിക്കല്ലേ ഇനിയിപ്പോ ഓട്ടനെങ്ങനെ പണ്ടത്തെ പോലെ വീട്ടിൽ ആണ്ടാണെങ്കിലോ അങ്ങനെ പണ്ട് ഇതുപോലെ കൊണ്ടുപോലെ എനിക്ക് ധൈര്യം കാണും. അപ്പോൾ ഇതിലാരെങ്കിലും ഫോട്ടോ വീഡിയോസൊക്കെ വിട്ട് പോയിൻ്റ് എന്നോട് ക്ഷമിക്കാം. എനിക്ക് കയ്യിൽ കിട്ടിയില്ല, എൻ്റെ ഫോണിൽ കിട്ടിയത് മാത്രമേ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. കുറേ ഉണ്ടായിരുന്നു, ഡയറക്ടർ എല്ലാവരുടെ ഫോട്ടോ ഞാൻ എടുത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്